ഈ ഒരു പരിസര പ്രദേശങ്ങളിൽ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണെന്നും വലിയ രീതിയിലുള്ള വന്യമൃഗ ആക്രമണങ്ങളാണ് നടക്കുന്നതെന്നുമാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. നമ്മോടൊപ്പം ഇവിടുത്തെ കുറച്ച് നാട്ടുകാർ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇവിടുത്തെ നിലവിലത്തെ ഒരു അവസ്ഥ? കഴിഞ്ഞ ദിവസമാണ് കക്കയം ഡാമിൽ ഒരു സ്ത്രീയെയും അവരുടെ മോനെയും കുട്ടീനെയും ചെറിയ പ്രായമുള്ള കുട്ടീനെയും ഈ കാട്ടുപോത്ത് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. വളരെ സീരിയസ് ആയിട്ട് പരിക്കേറ്റ അവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് തുടർച്ചയായിട്ട് ഇത്തരം ആക്രമണങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ തുടർന്നു വരികയാണ്. ആനയുടെ ആക്രമണമുണ്ട്. ഇവിടെ ഒരാൾക്ക് ഒരു കാർഷിക വിളവ് പോലും കിട്ടാത്ത ഒരു അവസ്ഥ നിലവിലുണ്ട്. കൂടാതെ ഈ കഴിഞ്ഞ ദിവസം ചാൽടം പോലെയുള്ള ജനങ്ങൾ അധികമായിട്ട് തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലേക്ക് കാട്ടുപോത്ത് ഇറങ്ങുകയും അതിനെ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് അധികൃതർ ഓടിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ജനങ്ങൾ പറയുന്നത് ഈ പറയുന്ന വനത്തിനുള്ളിൽ ഇത്തരം മൃഗങ്ങൾക്ക് താങ്ങാനുള്ള ശേഷീൻ്റെ അപ്പുറത്തേക്ക് ആയതുകൊണ്ടാണ് മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതെന്നും അവയെ കൃത്യമായിട്ട് ഇപ്പം ജനറേഷനൊക്കെ മാറി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ആവശ്യം. പിന്നെ കൂടാതെ ഈ പറഞ്ഞ കുരങ്ങ് ശല്യം കാരണം ഈ പറഞ്ഞ തെങ്ങിൻ്റെ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. വിളകൾ കിട്ടാത്തൊരവസ്ഥയുണ്ട്. കൊക്കോ കർഷകരാണ് ജീവിക്കുന്നത് ഈ പ്രദേശത്ത്. അപ്പോൾ കൊക്കോ കിട്ടാത്ത അവസ്ഥയുണ്ട്. മരപ്പട്ടി പോലെയുള്ള ജീവികളുടെ ആക്രമണങ്ങൾ മൂലം കിട്ടാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ഇടയിലാണ് കക്കയം പവർ ഹൗസിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റിയെ കാട്ടുപന്നി ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അദ്ദേഹം ഈ റോഡിലൂടെ വരുന്ന സമയത്ത് ഇവിടെ വെച്ച് തന്നെയാണ് ബൈക്കിൽ കാട്ടുപന്നി ഇടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. ഈ വനം വകുപ്പിനെതിരായി കൊണ്ടാണ് എല്ലാ ഭാഗത്തു നിന്നും പരാതികൾ വരുന്നത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അല്ലെങ്കിൽ ഒരു വന്യമൃഗം ഇറങ്ങി എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല. അതാണോ? വനം വകുപ്പിന്റെ അടുത്തുനിന്ന് ഇപ്പോൾ ആകെ ഉള്ളത് ഈ പറഞ്ഞ പോലെ 2 അമിട്ടും 2 പടക്കമാണ് ഇപ്പോൾ സ്ഥിതി കയ്യിലുള്ളത്. ഇത് വെച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ അവരെ വിളിച്ചു വരുത്താലും നമ്മുടെ ബേക്കിൽ നിൽക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പം ഫോറസ്റ്റുകാരുടെ അവസ്ഥ. ഇപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ കടുവേനെ കണ്ടു, കാട്ടുപോത്തിനെ കണ്ടു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കടുവയെ കണ്ടു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അവർ വന്നിട്ട് പറയും ഇത് പട്ടിക്കടുവയാണ്. അവര് തന്നെയാണ് പറഞ്ഞു പോവാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തുള്ള ഒരു വ്യക്തിയുടെ നായക്കുട്ടി കൂട്ടിൻ്റെ അകത്ത് നിന്ന് കടിച്ചു വലിച്ച് പുറത്തിടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പള്ളിയുടെ പറമ്പ് വൃത്തിയാക്കാൻ പോയ കുറച്ച് ജീവനക്കാരെ കാട്ടുപോത്ത് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കൃത്യമായ നിലപാടെടുത്ത് പോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നാമത്തത് ഈ വേനൽക്കാലമാകുമ്പോൾ വെയിൽ കടുക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ഈ ഒരു ഇത് കൂടുതലായിട്ട് കാണുന്നത്. അത് ഇതിൻ്റെ ഉള്ളിൽ ഇനി വേണ്ട രീതിയിലുള്ള ഭക്ഷണം, വെള്ളം ഇതൊക്കെ കിട്ടാതാവുകയും, പക്ഷെ അതിന് വേണ്ട നടപടികളൊന്നും തന്നെ നമ്മുടെ ഒരു വനം വകുപ്പോ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതരോ പിന്നെ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അത് ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി വരുന്നുണ്ട്. അതിലൊരു എന്താ അഭിപ്രായം? ഇതിൻ്റെ ഉള്ളിൽ വനത്തിൻ്റെ ഉള്ളിൽ തന്നെ ടാങ്ക് കെട്ടിക്കൊടുക്കും, അതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഇതൊരിക്കലും ഇങ്ങോട്ട് ഇറങ്ങില്ല. കാരണം ഇതിന് വെള്ളത്തിന് കുടിക്കാൻ ദാഹിക്കുമ്പോഴാണല്ലോ ഇത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. കുറേ അതിനൊരു പരിഹാരമാവും. അതുകൊണ്ട് ഇപ്പം ഇവിടെയുള്ള കുട്ടികൾക്കായാലും അതുപോലെ തന്നെ ആളുകൾക്കൊന്നും തന്നെ ധൈര്യത്തോടു കൂടി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് കക്കയത്ത് റോട്ടിൽ ആനയായിരുന്നു, കൊമ്പൻ. ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. 5 മണിക്ക് ശേഷം ഇവിടുന്ന് ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം പന്നിയായിട്ടും ആനയായിട്ടും കടുവയായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ. വലിയ ദുരിതമാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം വളരെ ദുരിതത്തിലാവുകയും അതുപോലെ തന്നെ പിഞ്ചു കുട്ടികളടക്കമുള്ള ആളുകളെ പന്നി അടക്കമുള്ള കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന സൂചന തന്നെയാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ന്യൂസ് കേരള.